പറഞ്ഞോളൂ. സത്യം പറഞ്ഞ ഈ സമയത്ത് നമ്മൾ വിട്ടുപോയ മക്കളുടെ മുഖമാണ് എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. ഞങ്ങൾ ബിസ്ക്കറ്റുമായിട്ട് ചെല്ലുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഓടി വരുമായിരുന്നു. നമ്മുടെ വീട്ടിലെ കുട്ടികൾ എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചാൽ നമ്മൾ കൊന്നുകളയോ. ഇത്തരം ദുഷ്ടന്മാരെയാണ് സത്യത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തേണ്ടത്. എനിക്കൊന്നും പറയാൻ വയ്യ. പ്രിയമുള്ളവരെ, ഇവിടുത്തെ ഒരു മെമ്പർ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ ഭരണത്തിനെതിരെ ഉള്ള ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത്. മുന്നിൽ നിന്നും പോരാടിയ കൂടുതലൊന്നും പറയാനില്ല. കാരണം പട്ടികൾ മനുഷ്യന്മാരെ പോലെയാണ്. ഓർക്കും ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും കൂടുതൽ പറയില്ല. നമ്മൾ പറയാനില്ല. നാട്ടുകാരായ നിങ്ങളാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഏത് പക്ഷത്തിൽ നിൽക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. നാട്ടുകാരായി നിങ്ങൾ തീരുമാനിക്കണം. അത്രയും നമുക്ക് പറയാനുള്ളൂ. മൂന്നാലെണ്ണം പറ സൂതേട്ടാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണം. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായി വഴി നടക്കണം. തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം ധൈര്യത്തോടെ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ പ്രായമായവർക്കോ സന്ധ്യ നേരങ്ങളിലോ പുലർച്ചെ നേരങ്ങളിലോ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. മനുഷ്യജീവന് ഭീഷണിയുള്ള എല്ലാവിധനെയും നമ്മൾ നശിപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന് പക്ഷിപ്പനി വരുമ്പോൾ നമ്മൾ താറാവുകളെ കൊന്നൊടുക്കിയില്ലേ? പന്നിപ്പനി വന്നപ്പോൾ ഫാമിലെ എല്ലാ പന്നികളെയും നമ്മൾ കൊന്നൊടുക്കിയില്ലേ? സർക്കാരിന് പട്ടിപ്പനി വരാൻ വേണ്ടി കാത്തിരിക്കുക. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇവിടെ ഈ തെരുവിലറിയുന്ന പട്ടികൾ എന്ത് ഗുണമാണ് നമുക്കുള്ളത്? ഒന്നുമില്ല. എത്ര പേരാണ് പേ പട്ടി കടിവിച്ച് ഇവിടെ പേ പിടിച്ച് മരിച്ചിട്ടുള്ളത്? അല്ല, ഇറച്ചിക്ക് വേണ്ടി ആടിനെ കൊല്ലാം, കാളയെ കൊല്ലാം, കോഴിയെ കൊല്ലാം. പിന്നെ ഈ മനുഷ്യ സ്നേഹികൾക്ക് ഇതൊന്നും ബാധകമല്ലേ? അല്ലേ? തെരുവിൽ മനുഷ്യനെ ശല്യമായി കൊണ്ടിരിക്കുന്ന പട്ടികളെ മാത്രം സംരക്ഷിക്കാൻ എന്താണ് ഇത്ര ഇത്? നിങ്ങൾ സംരക്ഷിക്കും. കാരണം നിങ്ങൾ കാറില് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാണ്. നിങ്ങൾ VIP കളാണ്. റോഡിൽ ഇറങ്ങി നടന്നു. പട്ടിയുടെ കടി കൊണ്ടാൽ അപ്പൊ അറിയാം വിവരം. സർക്കാർ എത്ര കണ്ണടച്ചാലും ശരി, ഞങ്ങൾ പ്രതികരിക്കും. അതിന്റെ ഭാഗമായാണ് ഉണ്ണി ജയിൽവാസം അനുഭവിച്ചുകൂടെ വന്നിട്ടുള്ളത്.